ദൈവം നമുക്ക് വെച്ചിരിക്കുന്നുവെങ്കിൽ നമ്മൾ രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ രക്ഷ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ, ഓരോ വീണ്ടും ജനിച്ച ആളുടെ ഉള്ളിലും ആത്മാവ് നൽകുന്ന ഒരു ദാഹമാണ് നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹം. ഗിരിപ്രഭാഷണം തുടങ്ങുമ്പോൾ ആ വിശുദ്ധിയും ആ നീതിക്ക് വേണ്ടിയുള്ള ദാഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, ഇവരെല്ലാം ആ സ്പിരിച്വൽ സമൃദ്ധിയിൽ ജീവിക്കുന്നവരല്ല, ദാരിദ്ര്യം അനുഭവിക്കുന്നവരല്ല. കർത്താവിന്റെ നീതിയുടെ പ്രസന്റേഷൻ എപ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ദാരിദ്ര്യമാണ് ഉണ്ടാക്കുന്നത്. ആ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാരുണ്ട്. കാരണം അവർ എംപ്റ്റി ആയതുകൊണ്ട് അവരെ നിറയ്ക്കാൻ പറ്റും. അവരൊന്നുമില്ലാത്തവരായി കർത്താവിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ കർത്താവിന് അവരെ നിറയ്ക്കാൻ കഴിയും. കാരണം അവരുടെ ഉള്ളിലൊന്നുമില്ല, പാത്രം ശൂന്യമാണ്. അപ്പൊ ദൈവത്തിന് നിറയ്ക്കാൻ, നമ്മൾ സ്വയം നീതിമാന്മാരെന്ന് വിചാരിക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ നിറയ്ക്കാൻ കഴിയില്ല. അപ്പൊ ദൈവത്തിന്റെ നീതിയുടെ പ്രസന്റേഷൻ നമുക്ക് ലഭിക്കുമ്പോൾ ഇത് കേൾക്കുന്നവരെല്ലാം ദരിദ്രരും നീതിക്ക് വേണ്ടി കരഞ്ഞ് നിലവിളിക്കുന്നവരുമാക്കി മാറ്റുകയാണ് സുവിശേഷം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കർത്താവ് സുവിശേഷത്തിന്റെ നീതിയെ വെളിപ്പെടുത്തുന്നത്. അപ്പൊ തകർക്കപ്പെടാത്ത ഒരാൾക്കും ഇനി അങ്ങോട്ട് യാത്രയില്ല, അതായത് നീതിയുടെ യാത്രയില്ല. ഇനി ഓരോ പ്രാവശ്യവും നീതിയുടെ ഓരോരോ തലങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴും നമ്മൾ തകർക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ ദാരിദ്ര്യം നമുക്ക് വ്യക്തമായിക്കൊണ്ടേയിരിക്കും. നമ്മൾ യെശയ്യാവിന്റെ 6 നിന്ന് വായിച്ചപ്പോൾ കണ്ടതുപോലെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം, ആ ദൈവത്തെ കണ്ടപ്പോൾ പെട്ടെന്ന് യെശയ്യാവ് ദരിദ്രനായി മാറി. അപ്പോ നമ്മൾ ആത്മീകമായ ദാരിദ്ര്യം ഇല്ലായ്മ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് കരയാൻ പറ്റുന്നു, ചോദിക്കാൻ പറ്റുന്നു, ദൈവത്തോട് ചോദിക്കാൻ പറ്റുന്നു. നിസ്സഹായാവസ്ഥ നമ്മൾ അനുഭവിക്കുക. നമ്മുടെ ജഡത്തിൽ അത് അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കർത്താവില്ലാതെ നമുക്ക് മുമ്പോട്ട് യാത്രയില്ല. അപ്പൊ ദൈവത്തിന്റെ നീതി അവനിലൂടെ മാത്രമേ വെളിപ്പെടുകയുള്ളൂ. തകർക്കപ്പെടുന്നവർക്കും അനുദപിക്കുന്നവർക്കും മാത്രമാണ് ദൈവരാജ്യത്തിന്റെ നീതി വരുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകനൊക്കെ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത്. ഇപ്പൊ ഗിരിപ്രഭാഷണം ഞാൻ പ്രസംഗിക്കുന്നത് മാക്സിമം ഒഴിവാക്കി വെച്ച ഒരാളാണ്. ഇന്നും ഞാൻ അതിന്റെ ഒരു കണ്ടന്റിലേക്കല്ല പോകുന്നത്. ദൈവം അതിനൊരു അവസരം ഒരിക്കൽ തരുമെന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ അത് ഉളവാക്കുന്ന ഈ ദൈവത്തിന്റെ നീതിയുടെ പ്രസന്റേഷൻ ഉളവാക്കുന്ന ദാരിദ്ര്യം, ആ നീതി നമ്മൾ കേട്ട് കഴിയുമ്പം, ആ ദാരിദ്ര്യം നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ, ഭാഗ്യകരമായ ദാരിദ്ര്യം. എന്താണ് ഭാഗ്യകരമായ ദാരിദ്ര്യം? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻ. എ ബ്ലെസ്ഡ് പോവർട്ടി, എ പോവർട്ടി ദാറ്റ് ബ്ലെസ്ഡ് us. നമ്മൾ ആ ദാരിദ്ര്യത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ദരിദ്രരായതുകൊണ്ട് നമ്മളെ നിറയ്ക്കുവാൻ ദൈവത്തിന്റെ ധനത്തിന് കഴിയും. ഓക്കെ, അപ്പോൾ രോഗം ഡയഗ്നോസിസ് ചെയ്തവർ ഭാഗ്യവാൻ. കാരണം വൈദ്യനടുത്തുള്ളപ്പോൾ തന്നെ ആ ഡയഗ്നോസിസ് നടന്നത് നമ്മുടെ ഭാഗ്യം, നമ്മുടെ രോഗം കണ്ടെത്തിയത് നമ്മുടെ ഭാഗ്യം. അതിന് രോഗം ഉണ്ട്, പക്ഷെ കണ്ടെത്താതിരുന്നാൽ അതുകൊണ്ട് വൈദ്യന്റെ അടുത്ത് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ സ്വയമേ നീതിമാന്മാരെന്ന് വിചാരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ എനിക്ക് കഴിയും എന്ന് വിചാരിക്കുന്നവർക്ക് അഡ്രസ് ചെയ്തുകൊണ്ടല്ല സുവിശേഷം തുടങ്ങുന്നത് തന്നെ. ആ നീതിയുടെ പ്രസന്റേഷൻ തന്നെ വയ്യ എന്ന് പറയുന്നവർക്കുള്ളതാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും, മതത്തിന്റെ ഭാരം ചുമക്കാൻ പറ്റാതായി പോയവരും, താഴെ വീണ് കിടക്കുന്നവരും, ദരിദ്രരും, ഇങ്ങനെയുള്ള റിലീജിയസ് എലൈറ്റ് തള്ളിക്കളഞ്ഞ ആളുകൾ. നമ്മൾ ലോകത്തിൽ ഒത്തിരി ഉച്ചനീചത്വമൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. പണമുള്ളവനാണ് വലിയ ആള്, അതുപോലെ സ്വാധീനമുള്ളവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് നമുക്കറിയാം. പക്ഷെ ഈ ആത്മീക ലോകം എന്ന് പറയുന്നത്, ഈ സ്പിരിച്വൽ ഹൗസ്, ആത്മീകമായി ധനമുള്ളവർ ആണ് ഈ ദരിദ്രന്മാരെ ചൂഷണം ചെയ്യുന്നത്. പക്ഷെ കർത്താവ് പറയുകയാണ്, ഈ ആത്മീകമായി ധനമുള്ളവർ, അതായത് ഈ റിലീജിയനെ നമ്മൾ നോക്കിയാൽ മതി. അവിടെ സ്വയം നീതി എന്ന് ഉണ്ടെന്ന് തോന്നുന്നവൻ, സ്വയമായി ധനം സമ്പാദിച്ചവൻ,
അവരെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ദൈവം അവന്റെ നീതി അവതരിപ്പിക്കുന്നത്. അവിടെ സ്പിരിച്വൽ അല്ലെങ്കിൽ റിലീജിയസ് ലേവറിലുള്ള ആളുകൾ, നിയമത്താൽ ബന്ധിതരായവർ, ആ ദരിദ്രന്മാർക്കാണ് ദൈവം ഈ ഭാഗ്യത്തെ പ്രസംഗിക്കുന്നത്. അപ്പോൾ സുവിശേഷത്താൽ നമ്മൾ തകർക്കപ്പെടുന്ന ഒരു ദാരിദ്ര്യാവസ്ഥയിലേക്ക് നമ്മൾ വരുന്നത് ശരിക്കും ഭാഗ്യാവസ്ഥയാണ്. കാരണം ദൈവം അവിടെ നമുക്ക് ധനമായിട്ട് മാറുന്നു. നമുക്ക് പെരിഫറലായിട്ട് നമുക്ക് അതിനെ അങ്ങനെ കാണാൻ കഴിയും. അതുപോലെ അവിടെ കാണുന്ന എല്ലാ ഭാഗ്യാവസ്ഥകളും ആ പോവർട്ടിയുടെ ഫലമാണ്. ദുഃഖം ആ പോവർട്ടിയുടെ ഫലമാണ്, സ്പിരിച്വൽ പോവർട്ടിയുടെ ഫലമാണ്. നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും തോന്നുന്നു നീതി ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് എന്തുകൊണ്ടാണ് നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും തോന്നുന്നത്? ഞാൻ തൃപ്തനാകാത്തത് കൊണ്ടാണ്. തൃപ്തനാകുന്ന ഒരാൾക്ക് പിന്നെ ദാഹിക്കേണ്ട കാര്യമില്ല, വിശക്കേണ്ട കാര്യമില്ല. വയറ് നിറഞ്ഞിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വേറെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമുക്ക് വീണ്ടും വീണ്ടും ദാഹം തോന്നാൻ കാരണം നമ്മൾ ആയിട്ടില്ലാത്തതുകൊണ്ടാണ്, നമുക്ക് മതിയാകുന്നില്ലാത്തത് കൊണ്ടാണ്, നമ്മൾ എത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണ് നമുക്ക് പിന്നെയും പിന്നെ ദാഹം തോന്നും. അപ്പൊ സ്പിരിച്വൽ ദാഹം, അതായത് ദാരിദ്ര്യത്തിൽ നിന്നുണ്ടാകുന്ന ദാഹം, പരവേശം, ആ ദാഹത്തെ വേണമെങ്കിൽ നമുക്ക് പരവേശം എന്ന് പറയാം. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്ന ഒരു പരവേശം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ശരിക്കും ആ ദാരിദ്ര്യം അനുഭവപ്പെടണം. ദാരിദ്ര്യത്തിൽ നിന്നുണ്ടാകുന്ന പരവേശവും 1 മണിക്കൂർ ആഹാരം മുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പരവേശം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പോവർട്ടിക്കകത്തു നിന്നുണ്ടാകുന്ന പരവേശം ഇസ് ഡിഫറെന്റ് ഫ്രം എ നോർമൽ ഹങ്കർ. ഈ ഹങ്കർ പാങ്സ് എന്ന് പറഞ്ഞ മരണകരമായ ഹങ്കർ പാങ്സ് ആണ്. ദാറ്റ് മീൻസ് സുവിശേഷത്തിന്റെ വെളിപ്പാട് നമുക്ക് തരുന്ന ആ ആവൽ, ആ ഹൃദയത്തിന്റെ നീറ്റൽ, അതാണ് ഈ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. ദുഃഖിക്കുന്നവർ, സൗമ്യരായവർ, നീതിക്ക് വേണ്ടി വിശദായിക്കുന്നവർ, കരുണ കാണിക്കുന്നവർ, സ്വദേശത്തിലുള്ളവർ, സമാധാനം ഉണ്ടാക്കുന്നവർ. ഇതെല്ലാം ആ ദുഃഖവും അതേ സമയത്ത് കർത്താവിന്റെ ആത്മാവിന്റെ ഫലവും വസിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് അവിടെ എല്ലാം പറയുന്നത്. അതവിടെ വിട്ട് നമ്മൾ താഴോട്ട് വരുമ്പോഴേ ഗിരിപ്രഭാഷണം ധർമ്മോപദേശത്തിന്റെ തലത്തിൽ സംസാരിച്ചത് ദുർവ്യാഖ്യാനമായി പോകും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വാക്യങ്ങളുടെ ഇപ്പോൾ വരാത്തത്. നമ്മൾ ഒരു ദിവസം കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ വിൽ കം ബാക്ക് ആൻഡ് മെഡിറ്റേറ്റ് ഓൺ ദിസ്. 17-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിക്കുവാനത്രേ ഞാൻ വന്നത്. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാൾ ഒഴിഞ്ഞു പോവുകയില്ല. അപ്പോ ന്യായപ്രമാണം ഒഴിഞ്ഞു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നിറവേറണം. ന്യായപ്രമാണത്തിന് നമ്മുടെ മേലുള്ള ബന്ധനം ഒഴിയണമെങ്കിൽ, ആ പ്രമാണത്താൽ ഉണ്ടാകുന്ന അടിമത്തം ഒഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നിവൃത്തിയാകണം. അത് പൂർത്തിയാകുന്നത് വരെ അതിലൊരു വള്ളിയോ പുള്ളിയോ ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല. അത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, നിവർത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ക്രിസ്തുവിലാണ് ന്യായപ്രമാണം നിവൃത്തിയാകുന്നത്. ഓക്കെ, അതിനുശേഷമാണ് ന്യായപ്രമാണത്തോട് നമ്മൾ മരിക്കുന്നത്. ആ ക്രിസ്തുവിന്റെ മരണത്തോടു കൂടിയാണ്. അപ്പോൾ വള്ളിയും പുള്ളിയും, അതായത് വള്ളിയും പുള്ളിയും അടങ്ങുന്ന ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലോക സംബന്ധമായ അല്ലെങ്കിൽ നമ്മുടെ അനുദിന ജീവിത വ്യവസ്ഥയുടെ ഭാഗമായ ഒരു കൽപ്പനകളുടെ പ്രസന്റേഷൻ, അത് നീങ്ങിപ്പോവുകയല്ല ചെയ്തത്, നിവർത്തിക്കപ്പെടുകയാണ് ചെയ്തത്. ആത്മീകമായ ഒന്നിലൂടെ അത് നിവർത്തിക്കപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആത്മീകമായ ഒന്ന് എന്തിനെ നിവർത്തിച്ചു? ഈ ഭൗതികമായതിനെ പൂർത്തിയാക്കി, കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു ആത്മീക പ്രമാണം ലഭിച്ചു. ഈ ആത്മീക പ്രമാണം നമ്മൾ പഴയ നിയമ പ്രമാണത്തെ അപ്രോച്ച് ചെയ്തതുപോലെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് കർത്താവ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ഈ പഴയ പ്രമാണത്തിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു. അങ്ങനെയാണ് കർത്താവ് പുതിയ നിയമത്തെ പ്രസന്റ് ചെയ്യുന്നത്. അതായത് ന്യായപ്രമാണത്തിന്റെ നിഴൽ നിങ്ങൾ ഇങ്ങനെ വായിച്ചിട്ടുണ്ടല്ലോ, എന്നാൽ അതിന്റെ പൊരുൾ ഞാൻ ഇങ്ങനെ നിങ്ങളോട് വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യവും നിഴലിനെ എടുത്തിട്ട് കർത്താവ് പറയുന്നൊരു വാക്യമാണ്, അവർ അങ്ങനെയാണ്, എന്നാൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. അതുപോലെ സഹോദരനെ മാത്രം വന്നിട്ട് കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, അല്ലെ? 47-ാം വാക്യം, സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? അപ്പൊ ജാതികളെ പോലെ നിങ്ങൾ അവരെ പോലെ ആകരുത്. ഇവിടെ എല്ലാം പറയുന്നത് ഡോണ്ട് ബി ലൈക്ക് ദം. അവരെ പോലെ ആകരുത്, നിങ്ങൾ അവരെ പോലെ ആകരുത്, കപടഭക്തിക്കാരെ പോലെ ആകരുത്. കാര്യങ്ങൾ നടന്നാൽ പോരാ, പാവപ്പെട്ടവന് കുറച്ച് ഫുഡ് കിട്ടിയാൽ പോരാ,
അവന് കിട്ടിയാൽ അവന് ഭൗതികമായ പ്രയോജനമുണ്ട്. പക്ഷെ ആത്മീകമായ പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ഈ ആത്മീക പ്രമാണം നമ്മളിൽ വാഴണം, എങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പൊ നിഴലുകളായിരുന്ന പഴയ നിയമ പ്രമാണത്തിലെ വള്ളിപ്പുള്ളികൾ വരെ ദൈവം നിറവേറ്റി, കർത്താവ് നിറവേറ്റി അതിന്റെ അധികാരത്തെ ഒഴിച്ചിട്ട് നമുക്ക് അതിന് പകരം അങ്ങനെ ആകരുത് എന്ന് പറയുന്ന ഒരു പുതിയ പ്രമാണം ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതി, ആത്മാവിനാൽ എഴുതപ്പെട്ട ആ പുതിയ പ്രമാണത്തിലേക്കാണ് നമ്മൾ, ആ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്തിലേക്കാണ് നമ്മൾ ഓരോ നിമിഷവും വിശ്വാസത്താൽ ഉറ്റുനോക്കുന്നത്. അത് ശ്രേഷ്ഠമായതും ഉന്നതമായതും പുത്രനാൽ വെളിപ്പെട്ടതും ദൈവത്തിന്റെ ദൂതന്മാരാൽ സാക്ഷ്യം പറയപ്പെട്ടതും നൽകപ്പെട്ട പഴയ പ്രമാണം ആ മെസ്സഞ്ചേഴ്സിനാൽ നൽകപ്പെട്ടുവെങ്കിൽ പുതിയ പ്രമാണം ക്രിസ്തു എന്ന പുത്രനാൽ തന്നെ നൽകപ്പെട്ടു. ആ പൊരുളായ പ്രമാണത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ പൊരുളായ പ്രമാണം, അതായത് നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞ് ആ പൊതുവായ പ്രമാണം, ഓക്കെ, 21 വാക്യം നോക്കിയാൽ, കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. അപ്പോ ഇവിടെ നമ്മൾ കാണുന്ന ദാഹം, ഒരു മനുഷ്യനുണ്ടാകുന്ന ദാഹം എന്താണ്? കർത്താവേ, നിന്റെ ആത്മീക പ്രമാണങ്ങൾ എന്നിൽ നിറവേറണമേ എന്നുള്ള ദാഹമാണ്. നിന്റെ ആത്മീക പ്രമാണങ്ങൾ എന്നിൽ നിറവേറണം. സഹോദരനോട് കോപിക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലാതെ കൊലപാതകം പോലെയാണ്, അഗ്നി നരകത്തിന് ഇടയാക്കുന്ന കാര്യമാണ്. നീ അത്രയും വലിയ നരകത്തിൽ നിന്നാണ് എന്നെ രക്ഷിച്ചത്. കർത്താവെ, ഈ നീതി, നിന്റെ നീതി എന്റെ ജീവിതത്തിൽ കാണപ്പെടുവാൻ തക്കവണ്ണം, നീ എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ ആകാൻ തക്കവണ്ണം എന്റെ ഉള്ളിൽ ഒരു ദാഹവും വിശപ്പും ഉണ്ടാകും. ഇപ്പൊ പുതിയ നിയമം ഈസ് ഓൾ അബൌട്ട് ലുക്കിംഗ് അറ്റ് ഗോഡ് വിത്ത് ഹോപ്പ് ആൻഡ് ട്രസ്റ്റ്. കർത്താവെ, നിനക്ക് എന്നെ രക്ഷിക്കാൻ പറ്റും, നിനക്കേ പറ്റുള്ളൂ എന്നുള്ള ആ ദാഹം, വിശപ്പ്, ഉയരത്തിൽ നിന്ന് പ്രാപിക്കാനുള്ള ദാഹവും വിശപ്പിലേക്ക് നമ്മളെ നയിക്കുന്നത് ആത്മീക പ്രമാണമാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത്, സുവിശേഷത്തിന്റെ നീതി വെളിപ്പെട്ടപ്പോൾ നമ്മളിൽ ഉണ്ടായത് വിശ്വാസമാണ്, ഒരു ദാഹമാണ്. ബേസിക്കലി മത്തായിയുടെ സുവിശേഷത്തിന് വായിച്ചു കഴിയുമ്പോൾ അതൊരു ദാഹമാണ്, വിശപ്പും ദാഹവുമാണ്. വിശപ്പും ദാഹവും വരുമ്പം വെല്ലവും തരണേന്ന് ചോദിക്കുന്ന പോലെ നമ്മൾ ഇതിന്റെ ഉടയവനായ കർത്താവിന്റെ അടുത്തേക്ക് ഒരു യാചകനെ പോലെ ചെന്നിട്ട് പറയണം, കർത്താവേ, നിന്റെ നീതി എനിക്ക് നൽകണമേ, എന്നെ നീതീകരിക്കണമേ, എന്നെ കരുണ കാണിക്കണമേ എന്ന് നിലവിളിപ്പിക്കുന്ന, ആ വിശപ്ന്ന് ദാഹിപ്പിക്കുന്ന ഒരാളെ പോലെ നമ്മളെ ആക്കുന്ന ആ നീതി. ഗിരിപ്രഭാഷണത്തിൽ മുഴുവൻ ആ ഒരു നീതിയുടെ പ്രസന്റേഷനാണ്, അത് ആത്മീകമായ നീതിയുടെ പ്രസന്റേഷനാണ്. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്തിലേക്ക് ഉറ്റുനോക്കാൻ നമ്മളെ സഹായിക്കുന്നു. സാധാരണ ഗതിയിൽ സംഭവിക്കുന്നത്, ഈ ന്യായപ്രമാണത്തെ നമ്മൾ ജഡീകമാക്കി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് നിറവേറ്റാൻ സാധിക്കില്ല. കാരണം ഇത് ആത്മീകമായ ഒരു ദാഹത്തെ ഉളവാക്കുന്ന യാണ്. ഈ നീതി നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ഇത് 5, 6, 7 അധ്യായങ്ങൾ ഒന്നിച്ചെടുത്തു കഴിയുമ്പോൾ ദൈവത്തിന്റെ നീതി നമുക്ക് മനസ്സിലാകുമ്പോൾ ഏത് വ്യവസ്ഥകളിലൂടെയാണ് നമ്മൾ കയറി ഇറങ്ങുന്നത്, എന്താണ് നമുക്ക് സംഭവിക്കേണ്ടത്, ദൈവത്തിന്റെ നീതിയാൽ നമുക്കുണ്ടാകുന്ന വിശ്വാസം നമ്മളിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ് മാറ്റുന്നത്, നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റുന്നത്, നമ്മളിൽ ആ വിശ്വാസം നൽകുന്ന ആത്മീക അനുഭവങ്ങൾ വേറെയാണ്. അതെങ്ങനെയാണെന്നുള്ള കാര്യമാണ് ഈ ഗിരിപ്രഭാഷണത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ, 7ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ മത്തായിയുടെ സുവിശേഷം 7ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 6ാം അധ്യായത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. 7ാം അധ്യായം വരുമ്പോഴേക്കും എന്ത് മാറ്റമാണ് നമുക്ക് വരുന്നതെന്ന് അതിനകത്ത് മനസ്സിലാക്കാം. അതായത് ഒരു നീതിയുടെ വെളിപ്പാട്. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഇന്ന് ഷിബു വായിച്ച വാക്യം, ആരാധനയുടെ സമയത്ത് വായിച്ച വാക്യം, ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ കർത്താവിനെ കണ്ടപ്പോൾ യെശയ്യാവിനുണ്ടായ മാറ്റം. യെശയ്യാവിനുണ്ടായ മാറ്റം എന്ന് പറയുന്നത് അവൻ തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. ഹി ബിക്കെയിം എ ബ്രോക്കൺ സെയിന്റ്. അവൻ വേറൊരാളുടെ കുറ്റം പറയുന്ന അവസാനിപ്പിച്ചു, അവനെയും കൂടെ പ്രതിയാക്കി. അവനും ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു സാധാരണ മനുഷ്യനെന്ന് അവനെ കുറിച്ച് തന്നെ മനസ്സിലാക്കി. അപ്പോൾ ഇത് ഗിരിപ്രഭാഷണത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട ഇംപ്ലിക്കേഷനാണ്. ദൈവത്തിന്റെ നീതി നമുക്ക് വെളിപ്പെട്ട് വരുമ്പോൾ നമ്മുടെ നീതി എല്ലാം കറവറിന്റെ തുണി പോലെ തോന്നുകയും അസ്വസ്ഥത തോന്നുകയും കുഞ്ഞാടിന്റെ നീതി വസ്ത്രത്തിനായിട്ട് നമ്മൾ നിലവിളിക്കുകയും ചെയ്യുന്ന ആ ഒരു അസ്വസ്ഥതയാണ് ഇവിടുത്തെ ആത്മീകമായ ദാഹം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അസ്വസ്ഥനായിരിക്കുന്ന ഒരാൾ, കർത്താവിന്റെ നീതി ലഭിക്കാൻ വേണ്ടി ദാഹിക്കുന്ന ഒരാൾ, സ്വയനീതിയിൽ പ്രശംസിക്കാത്ത ഒരാൾ, നമ്മൾ ഫിലിപ്പി ലേഖനത്തിലെ 3ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ ജഡത്തിൽ പ്രശംസിക്കാതെ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് ആരുടെയും കുറ്റം പറയാനോ വിധിക്കാനോ ഇല്ല എന്നുള്ളതാണ്
അതിൽ ഒന്നാമത്തെ ഇംപ്ലിക്കേഷൻ, if you are challenged by the righteousness of God, you cannot condemn or judge your brother. അത് നടക്കില്ല. കാരണം നമ്മൾ തന്നെയാണ് തുടർച്ചയായി ദൈവത്തിനും വചനത്തിനു മുമ്പിൽ എക്സ്പോസ്ഡ് ആയി പോകുന്നത്. ഓരോ സമയത്തും വചനത്തിനു മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളാണ് പരിശോധിക്കപ്പെടുന്നത്, നമ്മളാണ് തകർക്കപ്പെടുന്നത്. വേറൊരാളുടെ കുറ്റത്തിന് നേരെയോ തെറ്റുകൾക്ക് നേരെയോ പരാധീനതകൾക്ക് നേരെയോ നമുക്ക് വിരൽ ചൂണ്ടാൻ കഴിയുകയില്ല. കാരണം ദൈവത്തിന്റെ നീതി നമ്മെയാണ് ഒന്നാമതായി ബാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെ വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ അന്യന്റെ കണ്ണിലെ കരടെടുക്കുന്നുണ്ട്. അപ്പൊ കോലിരിക്കുന്ന ആരുടെ കണ്ണിലാണ്? ഇവിടെ ഇപ്പം 136 ക്യാമറാസ് ഉണ്ട്. ഇതിൽ കോലിരിക്കുന്ന ആരുടെ കണ്ണിലാന്ന് അറിയാമോ? അത് എന്റെ കണ്ണിലാണ്. നിങ്ങൾ എല്ലാവരും നോക്കൂ. ആണോ? നോക്കട്ടെ എന്ന് എന്നെ നോക്കിയിട്ട് കാര്യമില്ല. അത് നിങ്ങൾ കണ്ണാടിയിലാണ് നോക്കേണ്ടത്. കാരണം എല്ലാവരുടെയും കണ്ണിലെ കോലുണ്ട്. ബാക്കിയുള്ളവരുടെ എല്ലാം കരട് മാത്രം നിങ്ങൾ കാണുന്നുള്ളൂ. അകത്ത് കോല് കാണുമായിരിക്കും, പക്ഷെ കരട് മാത്രമേ നമുക്ക് വെളിയിൽ കാണിക്കുന്നുള്ളൂ. അവനവന് മാത്രമേ കോലിരിക്കുന്ന കാണാൻ പറ്റൂ. ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ എന്നെ നോക്കുമ്പോൾ ചില തെറ്റുകളൊക്കെ കണ്ടെന്ന് വരാം. അതെല്ലാം കരടാ. അവനവൻ നോക്കുമ്പോൾ മാത്രമേ ആ കോല് കാണാൻ പറ്റൂ. ഓക്കെ, നമ്മുടെ കയ്യിലിരിപ്പ് വളരെ മോശമാകുമ്പോൾ നമ്മുടെ അടുത്തുള്ളവരും ചിലപ്പോൾ ഈ കോലൊക്കെ കണ്ടെന്ന് വരും. സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കിയാൽ നമുക്കാണ് നമ്മുടെ പാപങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത്. അത് മനസ്സിലായേ പറ്റൂ. അങ്ങനെ മനസ്സിലായാൽ വേറൊരുത്തന് കരണ്ട് പറക്കാൻ വേണ്ടി ഞാൻ ഇത്രയും പാടുപെടുകയല്ല. ഓക്കെ, ഞാൻ വേറൊരാളെ തിരുത്താൻ വേണ്ടി വെപ്രാളപ്പെട്ട് നടക്കുവാണെങ്കിൽ അതിന് അർത്ഥം എന്താണെന്നറിയോ? എന്റെ കണ്ണിലെ കോല് ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ യെശയ്യാവ് അങ്ങനെ മറ്റുള്ളവരെ തിരുത്താൻ വേണ്ടി പാഞ്ഞു നടന്നപ്പോൾ സ്വന്തം കണ്ണിലെ കോല് കണ്ടില്ല. നിങ്ങൾ വേറൊരാളെ ബ്ലെയിം ചെയ്യുന്ന ആളാണോ? കുറ്റം പറയുന്ന ആളാണോ? മറ്റൊരാളുടെ തെറ്റുകൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുവാണോ? നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുവാണോ? എന്റെ ഭർത്താവ് എന്നോട് ചെയ്തത്, എന്റെ ഭാര്യ എന്നോട് ചെയ്തത്, എന്റെ മക്കൾ, ഇങ്ങനെയുണ്ടോ? നിങ്ങളുടെ കണ്ണിലെ കോല് കാണുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ ദൈവത്തിന് മുമ്പിൽ തകർക്കപ്പെടേണ്ടത് അവരല്ല, ഞാനാണ്. എന്റെ തെറ്റാണ് ഞാൻ കാണേണ്ടത്. അവിടെയാണ് ദൈവത്തിന്റെ നീതി എന്നെ തൊടുമ്പോൾ ഞാനാണ് കീറപ്പെടേണ്ടത്, കുറ്റമേൽക്കേണ്ടത്. ആ കുറ്റമേൽക്കപ്പെടുന്നത് ചുമ്മാ കേൾക്കുന്നതല്ല, അതെനിക്ക് ബോധ്യമാകുന്നതാണ്. ഐ ആം സിന്നിങ് അഗെയിൻസ്റ്റ് ഗോഡ്, ഐ ഹവ് ബീൻ, ഞാൻ അങ്ങനെ പാപം ചെയ്യുന്ന, കണ്ണിൽ കോലുള്ള ഒരാളാണ് എന്ന് നമ്മൾ ഞാൻ പാടിയപ്പോൾ, സ്തോത്രഗാനം പാടിയപ്പോൾ ഞാൻ പാടിയത് അമേസിംഗ് ഗ്രേസ് എന്നുള്ള ഇംഗ്ലീഷ് പാട്ടിന്റെ മലയാളമാണ്. അത് എനിക്ക് ഇങ്ങനൊരു പാട്ടുണ്ടെന്ന് മനസ്സിലായത് ഇവിടെ അടുത്തൊരു ചർച്ചില് ചെന്നപ്പോ ആ പാട്ട് പാടിയപ്പോഴാണ്. ആ പാട്ട് ഞാൻ കേട്ടപ്പോ ഞാൻ അവരോട് ചോദിച്ചു, ഈ പാട്ടുപുസ്തകം കുറച്ച് തരാനുണ്ടോ എന്ന് ചോദിച്ചൊരു 3-4 പാട്ടുപുസ്തകം മേടിച്ചുകൊണ്ട് വന്നു. കാരണം അവർ അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചു നല്ല പാട്ടുകളുള്ളൊരു. ആ പാട്ടിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: ആശ്ചര്യമായ ദൈവകൃപ ഹീനനായ എന്നെ വഴിതെറ്റി അലയുന്ന സമയത്ത് അന്ധനായി ഒരുത്തൻ വഴിതെറ്റിപ്പോയുള്ള അവസ്ഥ, അവൻ കൊലപാതകനാണെന്ന അവസ്ഥ എന്തായിരിക്കും? അവൻ ഹീനനും അന്ധനും വഴിതെറ്റിപ്പോകുന്നവനുമായവനെ ദൈവം എടുത്ത് രക്ഷിച്ചു എന്ന് പറയുമ്പോൾ അപ്പുറത്തവൻ ചെയ്ത തെറ്റുകളെ കുറിച്ചല്ല ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് എന്നെ ദൈവം രക്ഷിച്ച രക്ഷയുടെ മഹത്വത്തെയാണ് ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് വേറൊരാളുടെ കുറ്റം പറക്കാൻ കഴിയില്ല, ബ്ലെയിം ചെയ്യാൻ കഴിയില്ല. കാരണം ഐ ഓൾവേസ് സീ ഹൗ God saved me by his eternal love. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളിന്മേൽ രസിക്കും ചില സമയത്ത്. എന്തിനാ രസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്വയ സിമ്പതി ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇത്രയും കഷ്ടം അനുഭവിക്കുന്ന ഞാൻ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യു ആർ ഇൻ ട്രബിൾ. എന്റെ കാര്യം കഷ്ടമാണ് ബ്രദറെ, ഞാൻ അനുഭവിക്കുന്നത് എന്താന്ന് നിങ്ങൾ. ശരിയായിരിക്കും, പക്ഷെ അത് മറ്റുള്ളവരെ അതിനുവേണ്ടി ബ്ലെയിം ചെയ്യുമ്പം നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കർത്താവിന്റെ മുൻപില് വേറൊരാളുടെ കരട് കാണിച്ചു കൊടുക്കുകയാണ്. എന്റെ കണ്ണിലെ കോല് കാണാതെ. കോല് കാണാൻ പറ്റാത്തത് നമുക്ക് ദൈവത്തിന്റെ നീതിയുടെ ശരിയായ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിൽ വരാത്തത് കൊണ്ടാണ്. Who is my Lord and what does he demand from me? എന്നിൽ നിന്ന് അവൻ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലായാൽ I always stand as the publican, tax collector. ആ ചുങ്കക്കാരനെ പോലെ എനിക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ.
ഓക്കെ, ആറാമത്തെ വാക്യം ഈ ഗിരിപ്രഭാഷണത്തെ കുറിക്കുന്ന വേറൊരു കാര്യമാണ്. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്, അവ കാൽ കൊണ്ട് അവയെ ചവിട്ടിക്കളയുകയും നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യേണ്ട വരരുത്. ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഞാനൊരു നമ്മുടെ മല്ലപ്പള്ളിയിൽ ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ നിന്നപ്പോൾ അവിടെ ഒരു മനുഷ്യൻ ഒരു നോട്ടീസ് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു മാഗസിൻ, ഹല്ലേലൂയ എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ട്. ആ മാഗസിൻ വിതരണം ചെയ്യാൻ അത് എന്നെ കുറിച്ചൊരു വാർത്ത വന്നിട്ടുണ്ട്. പെന്തക്കോസ്ത് പത്രമാണ്. എന്നെ പേരൊന്നുമില്ല, പരാമർശമാണ്. ഒരാളൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു, അതിന്റെ ഉത്തരം വേറൊരാൾ പറഞ്ഞിരിക്കുന്നു. ചോദ്യം ഇതാണ്: ഒരു മനുഷ്യൻ ഈ കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്ന കേട്ടു, ഞാനാണ്. അത് നിങ്ങളോട് ആരെങ്കിലും വസ്ത്രം വ്യവഹരിച്ച് ചോദിച്ചാൽ നിങ്ങൾ പുതുപ്പ് കൂടെ കൊടുക്കണം. ആരെങ്കിലും നിങ്ങളുടെ പറമ്പിന്റെ അതിര് മതിയാൽ ഇത്രയും മതിയോ മോനെ എന്ന് ചോദിച്ചിട്ട് വേണ്ടത് കൊടുത്തേ എന്നൊരാൾ പ്രസംഗിക്കുന്ന കേട്ടു. സംശയം ഇതാണ്, ഇങ്ങനെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ജീവിക്കാൻ നോക്കിയാൽ മറ്റുള്ളവർ നമ്മുടെ പുറത്ത് ചെണ്ട കൊട്ടുകയില്ലേ? ഇതാണ് ചോദ്യം. ഉത്തരം ശരിയാണ്, ചെണ്ട കൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പോലീസിൽ പരാതിപ്പെടാൻ ഒന്നും മടിക്കേണ്ട കാര്യമില്ല. പ്രസംഗിക്കുന്നവർ അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കും. ഉത്തരം: ഇദ്ദേഹം ഈ പേപ്പർ, ഹല്ലേലൂയയുടെ പേപ്പർ എടുത്ത് സെറോക്സ് കോപ്പി എടുത്ത് അന്ന് മീറ്റിങ്ങിന് വന്ന എല്ലാവർക്കും ഓരോ പ്രതി കൊടുത്തു. അപ്പൊ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജിലോട്ട് പോകുന്ന വഴിയിലാണ് ഈ ഹല്ലേലൂയയുടെ ഒരു കോപ്പി എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഞാനിത് ഒരു നിമിഷം കൊണ്ട് വായിച്ചു. കാരണം ഈ പണ്ട് വായിച്ച് തല ആ രീതിയിൽ സെറ്റായിരിക്കുന്നുണ്ട്, വായിക്കാൻ എനിക്ക് നിമിഷ നേരങ്ങൾ മതി. സംഗതി എനിക്ക് മനസ്സിലായി. ഞാൻ പ്രസംഗിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ മിസ്റ്റേക്കാണ്. കാരണം അത് ഗിരിപ്രഭാഷണത്തിൽ ഒരു വാക്യമാണ്, അതവിടെ പ്രസംഗിക്കാനുള്ള സ്ഥലമായിരുന്നില്ല. അത് വിതരണം ചെയ്യുന്നിടത്തല്ല വിതരണം ചെയ്തത്. കാരണം ഗിരിപ്രഭാഷണത്തിലെ നീതിയിലേക്ക് ഒരാൾ നടക്കണമെങ്കിൽ അയാൾ ധർമ്മോപദേശമായിട്ട് അതിനെ സ്വീകരിക്കാൻ പാടില്ല. അത് വിശ്വാസത്താൽ മാത്രം നോക്കേണ്ട ഒരു നീതിയാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനമില്ലാത്ത, ഞാൻ നോക്കിയപ്പോൾ 4 വർഷമായിട്ട് ഞാൻ വിശ്വാസം പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനത് പ്രസംഗിച്ചത്. പക്ഷെ ഇത് കേട്ടയാളെന്ന് ആദ്യമായിട്ട് വന്നയാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് ഞെട്ടിപ്പിച്ച് കളഞ്ഞ ഒരു കാര്യമാണ്, ജീവിതത്തെ തന്നെ തകർത്ത് കളയുന്ന ഒരു ഉപദേശം. ഇപ്പൊ ഗിരിപ്രഭാഷണം ധർമ്മോപദേശമായിട്ട് നമ്മൾ വ്യാഖ്യാനിച്ചാൽ നമുക്ക് അതുമായിട്ട് ജീവിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് പന്നികളുടെ മുമ്പിൽ വിതറാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അതിനർത്ഥം അതൊരു ശൈലിയാണ്. മനുഷ്യരെ പന്നികൾ എന്ന് വിളിക്കുന്നൊന്നുമല്ല കേട്ടോ. സ്പിരിച്വൽ മെച്യൂരിറ്റി ഇല്ലാത്ത ഒരാൾക്ക് ഗിരിപ്രഭാഷണം വായിക്കുമ്പോൾ തോന്നുന്നത് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നാണ്. അങ്ങനെ മനുഷ്യർക്ക് തോന്നുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ല. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ദൈവരാജ്യത്തിനകത്ത് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ആ ദൈവരാജ്യത്തിന് വെളിയിൽ നടപ്പാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ പറയുന്നത്. അവിടെ ദൈവമാണ് രാജാവ്. ഈ ദൈവം രാജാവായി വരുമ്പോൾ ഒരുത്തൻ അതിര് മാന്തണോ വേണ്ടയോ എന്ന് വരെ തീരുമാനിക്കുന്ന ദൈവമാണ്. ബിക്കോസ് ഈസ് കിങ്. അവൻ അറിയാതെ ഒരു തലമുടിനാര് പോലും നിലത്ത് വീഴുകയോ അപഹരിക്കപ്പെടുകയോ ഇല്ല. ആ ഒരു രാജ്യത്തിലേക്ക് പ്രവേശിച്ച ഒരാൾക്കേ ഇത് കഴിയുള്ളൂ. അത് എല്ലാവർക്കും ഉള്ളതല്ല. അപ്പം ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ല, അവന്റെ രാജ്യം അന്വേഷിക്കുന്നവർക്കുള്ളതാണ്. അപ്പൊ ഇതും യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ഒരു നീതിയുടെ ഇംപ്ലിക്കേഷനാണ്. അവിടെ ആ നീതി വെളിപ്പെടുമ്പോൾ നമ്മുടെ ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് വലിയ കാര്യമല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബിൻസിസ്റ്ററുടെ അമ്മയുടെ കാര്യം ഞാൻ ഒത്തിരി ഓർത്തു. കാരണം നമ്മുടെ സഭയിൽ നടന്ന ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ്. അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഈ ലോകത്തെ നിസ്സാരത, നമ്മളിപ്പോ ഒരു 2 ആഴ്ച മുമ്പ് ആ സഹോദരി ചിന്തിച്ചുകൊണ്ടിരുന്നവരല്ല ഈ മരിക്കുന്നതിന് മുമ്പ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിര്യാണകാലം അടുത്തടുത്ത് വരുമ്പോഴേക്കും കർത്താവ് വിശുദ്ധീകരണത്തിന്റെ ആക്സലറേഷനെ ചവിട്ടുമ്പോൾ
അപ്പോ എന്താ സംഭവിച്ചത്? വളരെ പെട്ടെന്നാണ് ഈ ലോകം ഷാഡോ ആയിട്ട് മറിഞ്ഞ് ഒന്നുമില്ലാത്തതായിട്ട് പോകുന്നത്. ആ സമയത്ത് പറമ്പാര് കൊണ്ടുപോയാലെന്ത്, വീടാര് കൊണ്ടുപോയാലെന്ത്, ഒന്നും ആ സഹോദരിയെ സംബന്ധിച്ച് പ്രശ്നമല്ല. കാരണം പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ ഒന്നും എന്റെ ചിന്തയിൽ വരുന്നില്ല എന്നാ പറയുന്നത്. സോ അതാ മരണസമയത്ത് സംഭവിക്കേണ്ടതല്ല, എപ്പോഴോ സംഭവിക്കേണ്ടതാണ്. പക്ഷെ ആ സഹോദരിക്ക് അപ്പോഴെങ്കിലും ഇതൊരു വലിയ വിറ്റ്നസിങ്, അതൊരു വലിയ വിറ്റ്നസിങ്. അത് ശരിക്കും ദൈവം കൊടുത്ത ഒരു വലിയ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കാണുന്നു. ആ മക്കൾക്കും ജീവിക്കാൻ ഒരാഴ്ച കൊണ്ട്, ഒരു മാസം കൊണ്ട് ഒരാൾക്ക് ഒരു വിറ്റ്നസ് ആവാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ദാറ്റ്സ് റിയലി ഗോഡ്സ് മിറക്കിൾ. ഓൺലി ഗോഡ് ക്യാൻ ഡു ഇറ്റ്. നമ്മളെല്ലാം ഇങ്ങനെ അന്ധരായി വഴിതെറ്റി ലോകത്തിലൂടെ അലഞ്ഞു നടന്നവരായിരുന്നു. ഇപ്പൊ ദൈവത്തിന്റെ പരമാധികാര രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾ, ഐഹികമല്ലാത്ത ദൈവത്തിന്റെ പരമാധികാരമുള്ള ഒരു രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് മാത്രമാണ് ഈ നീതിയിലേക്ക് ആഗ്രഹത്തോടെ നോക്കാൻ കഴിയുള്ളൂ. ആ നീതി അങ്ങനെയുള്ളവർക്ക് മാത്രമുള്ളതാണ്. അത് എല്ലാവരുടെയും അടുത്ത് വിതറാൻ സാധിക്കില്ല. എല്ലാവരുടെയും അടുത്ത് വിതറിയാല് അവർ പറയും, പിന്നെ ജീവിച്ച് മണ്ടത്തരം എന്നേ പറയത്തുള്ളൂ. അങ്ങനെ പറയുള്ളൂ. നിങ്ങൾ പറഞ്ഞു നോക്കിയേ, ദാറ്റ് വിൽ ബി ദ റിപ്ലൈ ദാറ്റ് യു വിൽ ഗെറ്റ്. അത് ഈ ലോകത്ത് ആരോട് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയും. അപ്പൊ കർത്താവിന്റെ നീതി എന്ന് പറഞ്ഞ വിശ്വാസത്താൽ വരുന്നതാണെന്നും അത് അവന്റെ പരമാധികാരമാണെന്നും ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവരെ സംബന്ധിച്ച് എല്ലാം ദൈവഹിതമാണെന്നും അവിടെ സാത്താൻ ഒന്നും നമ്മളെ പിടിച്ചു പറിക്കാനുള്ള അവകാശമില്ലെന്നും ദൈവം തീരുമാനിക്കാതെ നമ്മുടെ തലമുടിനാര് പോലും താഴെ വീഴില്ലെന്നും വീണാൽ അത് ദൈവത്തിന്റെ ഹിതമാണെന്നും അവന്റെ മഹത്വത്തിനായിട്ടാണെന്നും ആ ഒരു ദൈവത്തിങ്കലെ വിശ്വാസമാണ് നിർജീവ പ്രവൃത്തികളിൽ നമ്മളെ വിടുവിച്ച് കർത്താവിന്റെ നിത്യമായ തേജസ്സിന്റെ നിയമത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ ചീന്തിക്കളയാൻ ഇടയുള്ള കാര്യമാണ്. ഞാനിത് എനിക്ക് പലപ്പോഴും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് പഴയ കാലത്ത്. ഞാനിത് ആദ്യം ഗിരിപ്രഭാഷണം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നമ്മൾ ലിറ്ററലി ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും ഇത് ഭയങ്കരമായ ഭയമാണ് ആളുകളിലേക്ക് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് വിശ്വാസത്താൽ ഇത് സാധിക്കണം. ധർമ്മോപദേശമായി നടക്കരുത്, വിശ്വാസത്താൽ ഇത് സാധിക്കണം. ഓക്കെ, അടുത്ത 7-ാമത്തെ വാക്യം തൊട്ട് ഇത് തന്നെയാണ്. നമുക്കപ്പം ഒരു ഭയങ്കര ദാരിദ്ര്യം നമ്മുടെ മുമ്പിലേക്ക് വന്നു. നീതിയുടെ പ്രസംഗം എന്ത് തന്നു? നമുക്കൊരു ഭയങ്കരമായ ദാരിദ്ര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചു. ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചു. കർത്താവിനെ പോലല്ല ഞാനെന്ന് എനിക്ക് മനസ്സിലായി. അവൻ എന്നെ പ്രസാദിക്കാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. അപ്പൊ നീതിയുടെ പ്രസന്റേഷൻ എന്തെല്ലാം ഉണ്ടാക്കും, അതിനെക്കുറിച്ച് എന്തെല്ലാമാണ് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയ നീതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ആരെയും വിധിക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റി ഇല്ലാതാവും ഈ നീതിയാൽ നിങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, രണ്ടാമത് തന്ന വാണിംഗ് ആണ്. ഇത് എല്ലാവർക്കും ഉള്ളതല്ല. അത് ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശക്തി അനുഭവിച്ചിട്ടുള്ളവർക്കുള്ളതാണ്. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശക്തി അനുഭവിച്ചവർക്ക് ലഭിക്കുന്നതാണ് ഇത്. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് ദൈവത്തോടുള്ള നിരന്തരമായ യാചിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കരയിപ്പിക്കുന്നു, കൊതിപ്പിക്കുന്നു, അതിനുവേണ്ടി യാചിക്കുന്നവരാക്കി മാറ്റും. ഇറ്റ്സ് നോട്ട് ദെയർ ഇൻ അസ്, നമ്മളിൽ ഇല്ല. അത് നമുക്ക് വെളിയിൽ കർത്താവിൽ കാണുന്നു, നമ്മളെ അത് യാചകരാക്കി മാറ്റും. അപ്പൊ ഈ വലിയ നീതിയുടെ വെളിപ്പാട് വന്നു കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? കർത്താവെ, എന്റെ അവസ്ഥകൾക്ക് മാറ്റം വരണേ, കർത്താവെ എനിക്ക് കടഭാരം മാറ്റി തരണേ. അതൊക്കെ നമ്മൾക്ക് അങ്ങ് അപ്രത്യക്ഷമായി. നമ്മുടെ മുമ്പിലുള്ള നിലവിളി എന്ന് പറയുന്നത് എന്താണ്? യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കിട്ടുമോ? ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഉറപ്പായിട്ടും തൃപ്തി പ്രാപിക്കും. ആ വിശന്ന് ദാഹിക്കുന്നവരാരും തൃപ്തി പ്രാപിക്കാതിരിക്കുകയില്ല. നിങ്ങളുടെ ഉള്ളിൽ വിശപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, നീതിക്കായുള്ള വിശപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും അത് നിങ്ങളെ തൃപ്തിപ്പെടുത്തും. ആ ദാഹം ദൈവം എന്നേക്കുമായി തൃപ്തിപ്പെടുത്തും. ആ തൃപ്തിയിലേക്ക് ദൈവം നമ്മളെ നയിക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കും. ഇതൊരു വലിയ പ്രോമിസാണ്. ദാഹിച്ച് അവനോട് യാചിക്കുന്ന എല്ലാവർക്കും എന്ത് ലഭിക്കുന്നു? ഈ നീതി ലഭിക്കുന്നു.
ഗെറ്റ് ദിസ് റൈച്ചസ്നെസ്. അത് അവർക്ക് ലഭിക്കാതെ പോവുകയില്ല. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. ദിസ് എ പ്രോമിസ്. ഓക്കെ, കാരണം ആരെല്ലാം ദൈവത്തിന്റെ രാജ്യത്തിലാണോ അവിടുത്തെ നിയമം ഇതാണ്, ചോദിക്കുന്ന എല്ലാവർക്കും കൊടുത്തേക്കുക. ഇൻ ദ കിങ്ഡം ഗിവ് എവ്രി വൺ വാട്ട് എവർ ഹി ആസ്ക്സ് ഫോർ. അപ്പൊ ദൈവത്തിന്റെ രാജ്യത്വത്തിന്റെ കീഴിലേക്ക് നമ്മൾ വന്ന എന്തായിരിക്കും ചോദിക്കുള്ളൂ? ദൈവമേ, നിന്റെ ഇഷ്ടം നടക്കണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിൽ നടക്കുന്ന പോലെ ഭൂമിയിൽ നടക്കണമേ, എന്റെ ജീവിതത്തിൽ നടക്കണമേ. നിന്റെ ഇഷ്ടത്തിന് മുകളിൽ എനിക്കൊരു വില്ലുണ്ടാകരുത്. നിന്റെ ഇഷ്ടം എന്താണോ അതിന് മുകളിൽ റൂൾ ചെയ്യുന്ന ഒരു വില്ല് എനിക്കുണ്ടാകരുത്. നിന്റെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെ നടക്കുന്നോ അതേപോലെ എന്റെ ജീവിതത്തിലും നടക്കണം. പ്രാർത്ഥനകളെല്ലാം ആ ഡയമെൻഷനിലേക്ക് മാറും. അതിനർത്ഥം എന്താ? ദൈവത്തിന്റെ ആത്മാവിനെ ആര് ചോദിച്ചാലും, ഈ നീതിയുടെ കൃപാദാനങ്ങൾ ആര് ചോദിച്ചാലും അവർക്കെല്ലാം ലഭിക്കും എന്നുള്ള പ്രോമിസാണ്. സോ നോ വൺ വിൽ ഗോ എംപ്റ്റി ഹാൻഡഡ്. നിങ്ങൾ ദൈവത്തിന്റെ നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ബി ഫിൽഡ്. അത് എന്താണോ ചോദിക്കുന്നത് അത് കർത്താവ് തീർച്ചയായിട്ടും കൊടുക്കും. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം. ഈ നീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ എന്ന് പറയുന്നത്, ഇതുപോലുള്ള നമ്മുടെ ബന്ധത്തിലാണ് ഈ നീതി വെളിപ്പെടുത്തപ്പെടുന്നത്. അത് നമ്മുടെ യോഹന്നാന്റെ ലേഖനം വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം പറയുമ്പോൾ, നമ്മുടെ ഭക്ഷണത്തിലെ എല്ലാ നീതി നിയമങ്ങളും മനുഷ്യരുമായിട്ടുള്ള ബന്ധമാണ്. കൊലപാതകം, സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകി, വ്യഭിചാരം, സ്ത്രീയെ നോക്കുന്നവൻ, ഉപഭോഗ വസ്തുവായി കാണുന്നവൻ വ്യഭിചാരം, പുതുപ്പ് ചോദിച്ചിട്ട് കൊടുക്കാത്തവൻ തൊട്ട്, ശത്രുവിനെ വന്ദനം ചെയ്യാതെ, എല്ലാ സഹോദരങ്ങളോടുള്ള ബന്ധത്തിലാണ് ദൈവത്തിന്റെ നീതി നിർവഹിച്ചിരിക്കുന്നത്. ഒരു സഹോദരനോട്, സഹോദരിയോട്, അടുത്തിരിക്കുന്നവരോടുള്ള നമ്മുടെ വിശുദ്ധീകരിക്കപ്പെട്ട ബന്ധങ്ങൾ, അവരോടുള്ള നമ്മുടെ ഇടപാടുകൾ, സ്നേഹം, അവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന അവസ്ഥ, ശത്രുക്കളോട് പോലുമുള്ള നമ്മുടെ മനോഭാവം. അപ്പോ ഈ പുതിയ നിയമത്തിന്റെ നീതി മുഴുവൻ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളോട് ആളുകൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ നമ്മളോട് ക്ഷമിക്കണം, അതേ ക്ഷമ, അതേ സ്നേഹം, അതേ കരുണ അവൻ അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഈ പുതിയ നിയമ നീതിയുടെ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു കുറ്റം ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കുകയാണ്, എന്റെ ആഗ്രഹം എങ്ങനെയില്ല എന്നെ വെറുതെ വിടുന്നത് അല്ലെ? അപ്പോ അങ്ങനെ തന്നെ ഞാനും വേറൊരാളോടും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പതുക്കെ പതുക്കെ നമ്മൾ ക്രിസ്തുവിന്റെ നീതിയിലേക്ക് പോകാൻ ആ ഒരൊറ്റ പ്രിൻസിപ്പിളാണ്. ആ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നോ അത് വേറൊരാള് നമ്മളും ചെയ്യണമെന്ന് പറഞ്ഞു കഴിയുമ്പം അത് ദൈവത്തിന്റെ നീതിയുടെ ഒരു പൂർത്തീകരണമാണ്. സോ ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കാം. നീതിയെ കുറിച്ച്, അത് ഇടുക്കുവാതിലൂടെ ഉള്ള ഒരു പ്രവേശനമാണ്. അപ്പൊ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ഒരു ഇടുക്കുവാതിലാണ്. ഞാൻ പണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് സംസാരിച്ച ഒരു ദിവസം ഞാൻ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷവും മാനസാന്തരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇടുക്ക് വഴി കണ്ടെത്താൻ നമുക്കൊരു മാനസാന്തരം ആവശ്യമാണ്, ഒരു ബ്രോക്കൺനെസ് ആവശ്യമാണ്. വിശാലമായ വഴിയെ പോകുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ അനേകം വഴികളുണ്ട്. എന്നാൽ ദൈവരാജ്യത്തിലേക്ക് വന്നവന് ആകെ ഒരു വഴി മാത്രമേ, അതൊരു ഇടുക്ക് വഴിയാണ്. ഒരു ഉദാഹരണം എങ്ങനെ വേണമെന്ന് നമുക്ക് പറയാം. ഒരാൾ എന്നെ തല്ലിന്ന് വിചാരിച്ചു, എനിക്ക് പല പരിഹാരങ്ങളുണ്ട് ആ തല്ല് കൊണ്ടതിനെ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അതിനെ നേരിടാൻ. ഒന്ന് തിരിച്ചൊന്ന് പൊട്ടിക്കാന്നുള്ളതാണ് അപ്പത്തെ. അപ്പൊ മനസ്സ് പറയും, വേണ്ട വേണ്ട, അവൻ ഭയങ്കര ശക്തിയാ, നീ ഒന്നടിച്ച് അവൻ 4 ഇങ്ങോട്ട് അടിക്കും, അതുകൊണ്ട് ആ പണി വേണ്ട. അപ്പൊ അത് ആ ഓപ്ഷൻ കട്ടായി. അടുത്ത പറയും, ചർച്ചിലെ ആണാണല്ലോ, പാസ്റ്റോട് കംപ്ലൈന്റ് ചെയ്തേക്കാം, ഇങ്ങനെയുള്ളവനൊന്നും കർത്തൃമേശ കൊടുക്കരുത്. ഓക്കെ, അപ്പൊ അത് അത്രയും ആയി. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനായി. മൂന്നാമത്തെ ഓപ്ഷൻ, അടി കൊണ്ടതിന് സഭയൊന്നും വിചാരിച്ചാൽ പറ്റില്ല, അവൻ തല്ലാൻ അവനാരാ? പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്ത് അവർ വിളിച്ചൊന്ന് വരട്ടേണ്ട ഒരു ആവശ്യമുണ്ട്. മൂന്നാമത്തെ പരിഹാരമായി അല്ലേ? ഇനി എന്താ പരിഹാരം? ഇവനെ കാണുമ്പോൾ മുങ്ങി നടക്കാം. ഇനിയും തല്ലിയാലോ? അത് ഭയപ്പെടുമ്പോൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനിയുണ്ടൊരു പരിഹാരം, തൽക്കാലം വിട്ടേക്കാം, അണ്ടർഗ്രൗണ്ടിലൂടെ ഇവനെ കുറിച്ച് അപവാദം പറഞ്ഞ് ഇവന്റെ ഇടപാട് തീർക്കാം.
പരിഹാരങ്ങളുടെ ബഹളം. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്തൃമേശ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു തീരുമാനം എടുക്കാം. പോയി എന്തുകൊണ്ട് സഹോദര വിശേഷം ചോദിച്ചേക്കാം, അല്ലെ കർത്തൃമേശ എടുക്കുന്ന രോഗം വന്നാൽ ശരി ഒരു സെറ്റിൽമെന്റിൽ എത്താം. ഇങ്ങനെയൊക്കെ 100,000 വഴികളുണ്ട് അല്ലെ. എന്നാൽ ദൈവരാജ്യത്തിൽ വന്നു കഴിയുമ്പോൾ ആകെ ഒരു വഴിയുള്ളൂ. ഞാനാണ് പ്രതി, അവനോട് ക്ഷമ ചോദിക്കാം. അവനെ വിധിക്കാൻ പറ്റത്തില്ല, എന്നെ വിധിക്കുന്നത്. ഞാൻ എന്തോ അവനെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടാവും. ഞാൻ കർത്താവിന്റെ മകനെ പോലെ അല്ലായിരുന്നു. എന്റെ ഭാഗത്ത് എന്താ സംഭവിച്ചത്? ചെന്ന് അവന്റെ മുമ്പിൽ നിന്നിട്ട് എന്നോട് ക്ഷമിക്കണേ, ഞാനും നിന്നെ പോലെ ഒരു പാപിയാണ്, കർത്താവ് എന്നോട് ക്ഷമിച്ചതാണ്, നീ എന്നോട് ക്ഷമിക്കണേ എന്ന് പറയാനുള്ള ഒരു സ്നേഹം ആ മനുഷ്യനോട് തോന്നുക എന്നുള്ള ഒരൊറ്റ വഴിയല്ലാതെ വേറെ ഒരു വഴിയും ദൈവരാജ്യത്തിലില്ല. അതൊരു സ്വാഭാവിക മനുഷ്യനെ കടക്കാൻ പറ്റുന്ന വലിപ്പം ആ വഴിക്കില്ല. അതൊരു ഇടുക്ക് വഴിയാണ്, തകർത്ത് പൊടിച്ച് അതിനകത്തൂടെ കയറ്റാൻ പറ്റുന്നു. ഇപ്പൊ ഞാൻ ചെന്ന് നേരെ ചെന്ന ജഡമായിട്ട് ഞാൻ ആ വഴിയെ കയറാൻ പറ്റും. എന്നെ ബ്രേക്ക് ചെയ്ത് പൊട്ടിച്ച് കയറണം എന്ന് പറഞ്ഞാൽ എനിക്ക് പുകഴാനൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ബ്രോക്കണായി അപമാനിതനാക്കേണ്ടി വരും ആ ജീവന്റെ വഴിയെ പ്രവേശിപ്പിക്കാൻ. അതുകൊണ്ട് പറയാണ്, അനേകം ആളുകളും വിശാലമായ വഴിയെ പോവുകയുള്ളൂ. പക്ഷെ ഇടുക്ക് വഴിയിലോ പോകണമെങ്കിൽ ദൈവം നമ്മുടെ രാജാവായിരിക്കണം, ആ നീതി നമ്മുടെ വിശപ്പും ദാഹവുമായിരിക്കണം. ഇപ്പൊ എത്ര പരവേശം ഉണ്ടെങ്കിലേ നമ്മൾ ആ ഇടുക്ക് വഴി കണ്ടുപിടിക്കൂ. ദൈവത്തിന്റെ നീതി നമ്മളിൽ വാഴാൻ, ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിൽ വാഴാൻ എത്ര പരവേശം നമുക്ക് തോന്നിയെങ്കിലേ നമ്മൾ ആ ഇടുക്ക് വഴി കണ്ടെത്തുള്ളൂ. ഇപ്പൊ ദൈവത്തിന്റെ നീതി നമ്മളെ നിർബന്ധിക്കുന്ന ഓരോ സമയത്തും ആ ഇടുക്ക് വഴി കണ്ടെത്താനാണ്. നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും ആ ഇടുക്ക് വഴി കണ്ടെത്തപ്പെടുന്നു. അതാണ് ദൈവത്തിന്റെ രാജ്യം നമ്മളിൽ വാഴുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി വിശക്കുന്നവരും ദാഹിക്കുന്നവരും ആകുമ്പോൾ സ്വാഭാവികമായും ആ നീതിയുടെ നിറവേറൽ നമ്മിൽ സംഭവിക്കും. അത് നമ്മുടെ പ്രവൃത്തികളാലല്ല, ദൈവത്തിന്റെ മെക്കാനിസം അങ്ങനെയാണ്. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവരെല്ലാം തൃപ്തരാകും. ആ തൃപ്തിയാണ് ദൈവം നമുക്ക് ക്രിസ്തുവിൽ നൽകുന്നത്. ചുങ്കക്കാരൻ ലഭിച്ച അതാണ്. അവൻ കർത്താവെ എന്നോട് കരുണ ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അത് അവന് നീതിയായി കണക്കിട്ടു. ആ നിലവിളി, ആ യാചന, യാചിക്കുന്ന ഏവർക്കും ലഭിക്കുന്നു. ആ ചുങ്കക്കാരനോട് കർത്താവ് പറഞ്ഞു, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. He went home justified. We all go home now justified. നമ്മുടെ ഉള്ളിൽ നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ഉണ്ടെങ്കിൽ we go justified. We are justified. നമ്മൾ നീതീകരിക്കപ്പെട്ടവരായി നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങും. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.